ഇങ്ങനെ ഒരു റെയ്ഡ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും യൂണിയനും മറ്റ് വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ അതിനെ സപ്പോർട്ട് ചെയ്താ ചെയ്യുക. ഒറ്റപ്പെട്ട ഒരു കുട്ടി അതിനകത്ത് പെട്ടു, അത് ഒറ്റപ്പെട്ട കുട്ടി എന്ന് മാത്രം കണക്കാക്കിയാൽ മതി. അല്ലാതെ നമുക്ക് ഒരാളുടെ 2 കിലോയാണ് പിടികൂടിയിട്ടുള്ളത്. ശരിയാണ് സാർ, ശരിയാണ്, പറയുന്നത് ശരിയാണ്. പക്ഷെ ഇത് പിടികൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മൂവ്മെന്റ് ആയിരുന്നല്ലോ അവരുടെ, അല്ലാതെ പെട്ടെന്ന് വഴിയിൽ വെച്ച് പിടിച്ചതല്ല. അല്ല, ഇവിടെ നേരത്തെ ഇത്തരത്തിൽ എന്തെങ്കിലും പരാതികൾ മുമ്പ് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ പറയാം. അല്ല, ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇവര് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മളോട് സഹകരിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഈ ക്യാമ്പസിലുള്ള ഇത്തരം കാര്യങ്ങളെ എതിർക്കണമെന്ന് ഇവർക്കെല്ലാം അല്ലേ ഇത് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയുടെ ഭാഗത്തുനിന്ന് ഒരു ഭീഷണി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പുറത്ത് ഇല്ല അങ്ങനെയൊന്നും ഉണ്ടാവാറ്. ഒന്ന് നമുക്ക് ഇത് പുറത്തേക്കുള്ള കാര്യം നമുക്ക് അറിയില്ല. ഇതിപ്പോ പോലീസ് തന്നെ അവർക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവുമല്ലോ. കാരണം ഇത് വളരെ വിപുലമായ ഒരു സംവിധാനം. ഞാനീ പറയുന്ന പോലെ നമ്മുടെ ക്യാമ്പസ് ഉള്ളിൽ നമ്മളുമായിട്ട് അവർ വളരെയേറെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തതിനെ കുറിച്ചൊരു വ്യക്തമായ ധാരണ അവർക്ക് ഉണ്ടാകും. ഞങ്ങൾക്ക് ഇതിനകത്ത് പരിമിതികളുണ്ടല്ലോ. വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അവരടക്കം ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ കുട്ടികൾ അതിന് ഇരകളായി തീർന്ന സാധ്യത കൂടിയില്ലേ? അതുകൊണ്ടാണ് ഇന്നലെ റെയ്ഡ് നടത്തിയത്. അതല്ല എന്റെ പ്രത്യേകത. കാരണം ഇന്ന് ഒരു പക്ഷേ ഇത്രയും ലഹരി ഇവിടെ പിടിച്ച് കുട്ടികൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന സാഹചര്യം എനിക്ക് ഇങ്ങനെ നേരിടാൻ പറ്റില്ല. അപ്പൊ ഇത് ഞാനിതിനെ വളരെ പോസിറ്റീവായിട്ട് കാണും. ഞങ്ങളിത് അപ്രതീക്ഷിതമായിട്ടുള്ള റെയ്ഡാണ്. അവർ പെട്ടെന്ന് വരുന്നു, വിളിക്കുന്നു, അത്ര വേറെ 100ഓളം ആൾക്കാർ വരുന്നു എന്ന് വെച്ചാൽ ഇത് അവരുടെ രീതിയിൽ ഒരു പ്ലാൻഡ് ഓപ്പറേഷനാണ്. അപ്പൊ അവർ അറിഞ്ഞ് ഇതേക്കുറിച്ചെല്ലാം വ്യക്തമായ ഡേറ്റ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായി ആ റൂമുകളിൽ നിന്ന് പിടിച്ചെടുക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ആ കുട്ടികളുടെ കയ്യിൽ നിന്ന് നല്ലത് പിടിച്ചെടുത്തു. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇവിടെ നിരന്തരം കയറി ലഹരിവിൽപ്പിനടക്കം നടത്തുകയും വിദ്യാർത്ഥികൾ വെറും ഇരകൾ മാത്രം. അതിനുള്ളൊരു നടപടിയാണല്ലോ ഇപ്പൊ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഈ 2 കിലോ കഞ്ചാവ് നിങ്ങൾ പറയുന്ന പോലെ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് നാളെ ഇന്ന് കുട്ടികളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള സാധനമല്ലേ? അത് കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ടല്ലോ. അല്ല, അത് നടപടി അത് പരിശോധന നടത്തിയ നടപടി പോലീസാണ്. ഇത് കോളേജിന് ഇക്കാലത്തുള്ള ഉത്തരവാദിത്തമല്ലേ? അല്ല, ഇത് കോളേജ് അവരുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് 6 മാസമായിട്ട് ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുക. നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടെങ്കിലും പഴയ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കയറുന്നുണ്ടോ എന്നുള്ള കാര്യം, രാത്രിയിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ലെന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാല് ഇതിപ്പോ നോർമൽ രീതിയിൽ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മളവിടെ ഗേറ്റ് ഉണ്ട്, ലോക്ക് ചെയ്യും, വാച്ച്മാൻ ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്. പിന്നെ ഈ കുട്ടികളല്ലേ, അവർ അനധികൃതമായിട്ട് മുകളിൽ കൂടെ ഒക്കെ വലിഞ്ഞു കയറി വല്ലതും വരുന്നുണ്ട്. പക്ഷെ ഇന്നലെ ഒന്നും ആരും ഇല്ലായിരുന്നു. ഇന്നലെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ശരിക്ക് അതിനെക്കുറിച്ച് എനിക്കൊരു വ്യക്തതയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങള് ഇവർ 9 മണിക്ക് വരുന്നു, റെയ്ഡ് ഉണ്ടെന്ന് വിളിച്ച് പറയുന്നു. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് തന്നെ ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞു. അപ്പൊ അത് കാരണം അവിടെ ശരിക്കും പറഞ്ഞാൽ എന്താണ് നടന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ആരെ എങ്ങനെ പിടിച്ചു എന്നുള്ളതിനെ കുറിച്ച് 100ഓളം ഉണ്ടായിരുന്നു. ഒരു അത്ര രീതിയിൽ പ്ലാൻഡ് ആയിട്ട് വന്നിരിക്കും. അപ്പോൾ വ്യക്തമായ പിടിച്ച വിദ്യാർത്ഥികളെ സ്വാഭാവികമായിട്ടും അക്കാഡമിക് കൗൺസിൽ വഴി നമ്മളെ അവരെ പഠനത്തിന് തൽക്കാലം ഇപ്പൊ ഫൈനൽ ഇയർ കുട്ടികളാണ്. അത് ഇന്നിപ്പോ തീരുമാനിക്കണം. അപ്പൊ കൗൺസിൽ കൂടി തീരുമാനിച്ച്, കൗൺസിലിൽ നിന്ന് കൂടുമല്ലോ, കൗൺസിൽ കൂടി തീരുമാനിച്ച് നടപടി സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഇല്ല, വീഴ്ച സംഭവിച്ചില്ല. കാരണം ഹോസ്റ്റലിൽ ഇവരറിയാതെ എങ്ങനെയാണ് സാർ പണപ്പിരിവ് നടന്നിട്ടുണ്ട്? ഒന്ന് ഹോസ്റ്റലിൽ നിന്നല്ല പണപ്പിരിവ് നടത്തിയിരിക്കുന്നത്. അല്ല, കോളേജിൽ നിന്ന് പൊതുവെയുള്ള പണപ്പിരിവ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോ നിങ്ങൾ ഈ 2 കിലോ കഞ്ചാവ് ഹോസ്റ്റലിലേക്ക് കൊടുക്കാൻ വേണ്ടിയുള്ളതല്ല കേട്ടോ, ആയിരിക്കില്ല. കാരണം അത്രയും ആകെ 60 പേരേ ഉള്ളൂ. അതിൽ എല്ലാവരും ഒന്നും ഉപയോഗിക്കും, വളരെ ചുരുക്കം പേര് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഗൗരവം വീണ്ടും കൂടുതലല്ലേ? അല്ല, അതിന്റെ ഉത്തരവാദിത്തമാണ് ഈ നടപടി. അതിന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ നിങ്ങളിപ്പോ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് പിടിച്ചോണ്ടാണ്. പിടിക്കാനുള്ള സാഹചര്യം വന്നില്ലേ? ഇങ്ങനെ പിടിച്ചെടുക്കാനുള്ള സാഹചര്യം നടപടി എന്ന് പറയുന്നു. ആണ്. കാരണം ഇന്നത്തെ ഹോസ്റ്റലിലേക്ക് ആയിരിക്കില്ല എന്നാ പറഞ്ഞത്. ഹോസ്റ്റലിലേക്ക് ആയിരിക്കില്ല. നമ്മൾ നേരത്തെ ഈ മറ്റു വിദ്യാർത്ഥികളുടെ ഒരു കോളേജിൽ ക്യാമ്പസിലുണ്ടായിരുന്ന വളരെ ഗൗരവമായി ഇവരുമായിട്ട് എത്തിക്കുക. ഇപ്പൊ നമ്മളിപ്പോ 51 ഏക്കർ സ്ഥലമുണ്ട്, ചുറ്റുമതിലുണ്ട്. പക്ഷെ പല ഭാഗങ്ങളിൽ ഇത്തിരി വീക്കായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതൊന്നും പെട്ടെന്ന് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു 6 മാസം കൊണ്ടൊന്നും സോൾവ് ചെയ്യാവുന്ന പ്രശ്നമല്ലല്ലോ. നിങ്ങളിപ്പോ ചോദിക്കുകയല്ലേ ബ്ലാക്ക് സ്പോട്ടായി മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അനിഷ്ട സംഭവം ഉണ്ടായതിനു ശേഷം പറയുകയാണെങ്കിൽ ഞാൻ സമ്മതിച്ചു. അത് പിടിച്ചതല്ല, ഇതിന്റെ ഭാഗമാണ്.
അതായത് സംഭവം ഇവിടെ ഉണ്ട്. അതിനെന്ത് നടപടികളാണ് മുൻപ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്? അതിന്റെ ഭാഗമാണ് ഇന്നലെ നടന്ന സംഭവം. ഞങ്ങൾ നിരന്തരം സാറിന് കൂടെ നേരത്തെ അറിയാമായിരുന്നു ഇങ്ങനെ ഒരു പോലീസ് റെയ്ഡുള്ള കാര്യം, ഇങ്ങനെ കുട്ടികൾ അവരറിയിക്കുമല്ലോ, സ്വാഭാവികമായിട്ടും അവര് റെയ്ഡ് ചെയ്യും. പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ഇത് തന്നെയാണോ? വ്യക്തമായിട്ട് അത് നമ്മളെ അറിയിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ അത് അവരുടെ സെക്യൂരിറ്റി റീസൺസ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ലീക്കായി പോകാനുള്ള സാധ്യതകളൊക്കെ വിലയിരുത്തി അവരുടെ ഒരു നടപടി ആയിരിക്കാം. പക്ഷേ ഇടപെടൽ ഉണ്ടാകും എന്നുള്ളത് നിരന്തരം നമ്മളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. സ്പെഷ്യൽ ബ്രാഞ്ച്, ഇതേപോലെ കളമശ്ശേരി പോലീസ്, നാർക്കോട്ടിക്സ് വിങ്, ഇവരെല്ലാം നിരന്തരം ദിവസം 1-2 തവണ വിളിച്ച് ഇത് ഈ പറയുന്ന പോലെ ഒരു പ്ലാൻഡ് ഓപ്പറേഷനാണ്. അത് ഞങ്ങൾക്ക് അതിനകത്തുള്ള ഇൻവോൾവ്മെന്റ് വലിയൊരു ക്യാമ്പസിൽ വേണ്ടത്ര സുരക്ഷയും ഇത് ഇങ്ങനെ അകത്തേക്ക് വരുന്നതിലൊക്കെ അതിനൊക്കെ യഥേഷ്ടം വരാൻ പറ്റുന്ന ഒരു അവസ്ഥയാണോ ഇപ്പോൾ? ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഫ്രണ്ടിൽ ഗേറ്റ് ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, വാച്ച്മാൻ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇത്രയും വിപുലമായ ക്യാമ്പസ് ആകുമ്പോഴത്തേക്ക് കുട്ടികളല്ലേ, അവര് വേറെ മാർഗങ്ങൾ വഴി കയറാൻ ഇപ്പൊ പക്ഷെ രാത്രി കാലങ്ങളിൽ ഇപ്പൊ നടപടിക്ക് ശേഷം കുറവാണ്. കുട്ടികൾ തന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ? ഇല്ല. ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കാം. പിടികൂടിയ 2 പിള്ളേർക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അവര് പറയുന്നത് അവരിവിടെ ഉണ്ടായിരുന്നില്ല, പുറത്തായിരുന്നു. അപ്പോ മറ്റ് വിദ്യാർത്ഥികൾ, അതായത് പുറത്തുനിന്ന് കുറച്ച് ആളുകൾ ഈ ക്യാമ്പസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ മുറിയിൽ നിന്ന് ഇത് പിടിച്ചെടുത്തു. അങ്ങനെയാണെങ്കിൽ പുറത്തുനിന്ന് വന്നുള്ള ആളുകൾ അവിടെ കൊണ്ടുവെക്കുകയും ഈ പിടിയിലായ വിദ്യാർത്ഥികൾ ഇരകളാകുകയും ചെയ്യുന്ന സാഹചര്യമാണ്. അങ്ങനെയാണെങ്കിൽ അത് കോളേജിൽ അങ്ങനെയല്ല. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് 2 സ്ഥലത്തു നിന്നാണ് പിടിച്ചത്. ഒരു സ്ഥലത്തു നിന്നാണ് ഈ ക്വാണ്ടിറ്റി കൂടുതൽ പിടിച്ചിരിക്കുന്നത് മനസ്സിലാവും. മറ്റൊരു സ്ഥലത്ത് ക്വാണ്ടിറ്റി കുറവാണ്. എനിക്കൊന്ന് നിയമപരമായിട്ട് മുറിയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ വെളിയിലായിരുന്നു, അവര് പുറത്തായിരുന്നു. അവര് ഈ പോലീസ് വന്നപ്പോൾ എനിക്ക് അതേക്കുറിച്ച് സത്യം പറയാൻ വ്യക്തതയില്ല. അത് ഇനിയിപ്പോ ഇന്നലെ 4 മണിക്കല്ലേ റെയ്ഡ് കഴിഞ്ഞത്. അതിനുശേഷം ഇന്നിപ്പോ ഇവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴേ അതിന്റെ ഒരു നിയമപരമായിട്ട് എങ്ങനെ, കാരണം നമ്മൾ അതിനകത്ത് ഒരു കാഴ്ചക്കാരനുള്ള രീതിയിൽ അപ്പുറം നമുക്കൊരു ഇൻവോൾവ് തുടർ നടപടിയല്ല, ഇത് നിലവിലുള്ള നടപടി കണ്ടിന്യൂ ചെയ്യുക. ഇങ്ങോട്ട് നോക്കി പറയാം. നടപടി ഇപ്പം അക്കാഡമിക് കൌൺസിൽ കൂടി അവരെ തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു. അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് ഇപ്പൊ അവർ ഫൈനൽ ഇയേഴ്സ് ആണ്. എനിക്കൊന്ന് ഒരാഴ്ചയും കൂടെ ക്ലാസ്സിൽ ഉണ്ടാവുകയുള്ളൂ. കുട്ടിയുടെ ഭാവിയെ ബാധിക്കാത്ത രീതിയിലുള്ള നടപടിയായിരിക്കും.